ഗൗതം വേണ്ട, എന്നെ വെറുതെ വിട്ടേക്ക്. ഗൗതം വേണ്ട, വേണ്ട, വേണ്ട. ഗൗതം വേണ്ട, ഗൗതം വേണ്ട, വേണ്ട ഗൗതം, പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി ഞാൻ ഒരു ശല്യത്തിന് വരില്ല. ഗൗതം പ്ലീസ്, ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ഗൗതം എന്ത് പറയുന്നോ അതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. വേണമെങ്കിൽ ഗൗതമിന്റെ കാല് പിടിച്ചാൽ മാപ്പ് പറയാം. പ്ലീസ് പ്ലീസ് ഗൗതം, എന്നെ ഒന്നും ചെയ്യല്ലേ. ഗൗതം വേണ്ട, വിട്ടേക്ക്. അതെ അതെ, നിധി പറയുന്നതെല്ലാം അനുസരിക്കുന്ന ആളല്ലേ ഗൗതം. ഇതും കേൾക്ക് ഗൗതം. വെറുതെ എന്തിനാ ഗൗതം ഒരു കൊലപാതകയാവുന്നത്? വേണ്ട ഗൗതം, വിട്ടുകളെ എന്നെ. ആ ഇരുമ്പുപൊടി ഞാൻ എറിഞ്ഞു കളഞ്ഞത് നിന്നെ തീർക്കാൻ എനിക്കതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ചന്ദ്രബോസായി. ഒന്നും വേണ്ട, ദേ ഈ കൈവച്ച് ഒരു തള്ള്, ഒരു സോഫ്റ്റ് ടച്ച്, അതിന്റെ ആവശ്യമുള്ളൂ. നീ പിന്നെ ഈ കെട്ടിടത്തിന്റെ താഴേക്കങ്ങ് പറന്നു പോവും. താഴെ വീണ് ചിന്നിച്ചിതറി മരിക്കും നീ. അയ്യോ വേണ്ട, പ്ലീസ് അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. എന്നെ കൊല്ലരുത് ഗൗതം, പ്ലീസ്. ഒരു ഉപദ്രവത്തിനും ഞാൻ വരില്ല. ഗൗതം പോകുന്ന വഴി പോലും ഞാൻ നിൽക്കില്ല, ഉറപ്പ്. അതുപോലെ നിന്നെ ഞാനിപ്പോ കൊല്ലില്ല. കൊന്നാൽ അത് നിന്റെ ജയമായി പോവും. നീ ജയിച്ചതിന് തുല്യമായി പോവും. നീ തോൽക്കുന്നത് എനിക്ക് കാണണം. തോറ്റു ഒടുവിൽ ഒന്നുമില്ലാത്തവനായി തെരുവിൽ അലയാൻ നീ ജീവനോടെ ഉണ്ടാവണം. CKC, നിനക്കിപ്പോ ജീവൻ തിരിച്ചു തരികയെ ഞാൻ തരുന്ന ഭിക്ഷ, എന്റെ ഭിക്ഷ കൊണ്ട് വേണം നീ ഇനി ജീവിക്കാൻ, എനിക്കെതിരെ പോരടിക്കാൻ. പോയി ജീവിച്ച് തോൽക്ക്. ഒരു മനുഷ്യന്റെ അവസാനം ഒരു ദുരന്തമാകരുതെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. പക്ഷേ ഒരാളുടെ കാര്യത്തിൽ ഞാനത് ആഗ്രഹിക്കുന്നു. നിന്റെ കാര്യത്തിൽ നിന്റെ ദയനീയ അവസ്ഥ എനിക്ക് കാണണം. അത് ദൈവം എനിക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും. വാ നിധി.